വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു എങ്കിലും മാർക്കറ്റിങ്ങിനായിട്ട് ഇന്നൊരു ദിവസമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഫുൾ ടീം ആക്റ്റീവ് ആവാമെന്ന് കരുതി ഇവിടെയെങ്ങും വെച്ചിട്ടല്ല, കടവന്ത്രയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്കമാലി ടീമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി ദൂരം കൂടുതലാണെങ്കിൽ പോലും ഞങ്ങളിതൊരു അടിപൊളിയായിട്ട് തന്നെ എടുത്തു കേട്ടോ. കാരണം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത്. കാരണം ഇഷ്ടംപോലെ സ്ഥലം നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഇത് തന്നെയാണ് കേട്ടോ. എനിക്കെന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളിത് സ്റ്റോപ്പിലിറങ്ങി സാറിൻ്റെ കൂടെ ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. ആദ്യം ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഓടി ഇറങ്ങി വന്ന ഒരാളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആൾ നല്ല രീതിയിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, അന്ന് നമ്മളെ കണ്ടതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് വാലാട്ടുന്നുണ്ട്, എന്തൊക്കെയോ കാണിച്ചു വിടുന്നുണ്ട്. നല്ല രസമുള്ള ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിത് അടുത്ത സ്പോട്ട് പിടിച്ചു കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയി ഓരോരുത്തരായിട്ട് കണ്ടുമുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഭയങ്കരമായിട്ട് വിശന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒന്നും കഴിക്കാണ്ട് പോകുന്ന കേട്ടോ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. കാരണം ഇന്ന് അവധിയായിരുന്നല്ലോ. അപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു. കുറേ നേരം കിടന്ന് ഉറങ്ങണം അങ്ങനത്തെ ഒക്കെ പ്ലാനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് നമ്മളോട് മാർക്കറ്റിങ്ങിന് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, എന്തായാലും പോകാമെന്ന് കരുതി. കാരണം അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സും സിഇഒയും എല്ലാവരും നേരിട്ട് വന്നിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അങ്ങനെ നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ ഹരിഹർ നഗർ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ. അത് വലിയ രസമായിട്ട് തോന്നി. പണ്ടത്തെ ആ സിനിമയിലുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സാറ് കാണിച്ചു തന്നായിരുന്നേ. അങ്ങനെ ഞങ്ങളത് അടുത്ത ലൊക്കേഷൻ പിടിക്കുക കേട്ടോ. വേറെ അങ്ങോട്ടേക്കല്ല, ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. കാരണം വിശന്ന് തുടങ്ങിയായിരുന്നു ആ നേരമൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പം ഞങ്ങൾ ഫുഡ് സ്പോട്ട് അന്വേഷിച്ച് പോയതാണ്. ഒരു ഇലയിൽ ഊണൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ ആദ്യം പോയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല രീതിക്ക് തിരക്കുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചിയാങ് എന്നങ്ങാണ്ടാണ് പേര്, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് അധികം വന്നിട്ടില്ല, ഒരുപാട് വന്നിട്ടില്ല. ഈ ഒരു ഭാഗമൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു കടയിലേക്കാണ് നമ്മളെ സാറ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഈ സാറ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഇത് അടിപൊളി ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ നേരെ അകത്തേക്ക് കയറാണ്. ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മേളിലെ സ്ഥലത്തേക്കാട്ടോ പോയത്. അവിടെ ഒരു ഫുള്ള് ഒരു സെറ്റ് തന്നെ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫ്രൈഡ് റൈസും പിന്നെ നൂഡിൽസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഉപ്പിലിട്ടല്ല, വിനാഗിരിയിലിട്ട നല്ല മുളക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോസ് ഉണ്ടായിരുന്നു. ഇതൊരു ഇച്ചിരി കഴിച്ചു നോക്കി, നല്ല രീതിക്ക് എരിവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ലൈമും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരെയും കൂട്ടിയിട്ട് ഇതുപോലൊരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് വീഡിയോ എടുത്തു തന്നത് അവിടുത്തെ തന്നെ ഒരു മാനേജറായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ആളുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ലായിരുന്നു. ആളോട് ഞാൻ ചോദിച്ച വഴി എന്നെ സമ്മതിച്ചു. ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന വീഡിയോ നല്ല അടിപൊളിയായിട്ട് എടുത്തു തന്നിട്ടുണ്ട്, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. സെഷ്വാൻ ഫ്രൈഡ് റൈസും പിന്നെ സാധാരണ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ വെജ് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം കൂട്ടിയിട്ട് നല്ല രീതിക്ക് കഴിക്കാൻ സാധിച്ചു. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുന്ന വീഡിയോയും കൂടി എടുത്തു തരാൻ പറഞ്ഞു കേട്ടോ. അതും ഇവരെടുത്ത് തന്നിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ എടുത്തു തന്നേ. നേരത്തെ ഞാൻ പറഞ്ഞ ആൾ തന്നെയാണ് നമുക്ക് ഈ വീഡിയോ എടുത്തു തന്നെ കേട്ടോ.
അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിനൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കുമ്പോൾ പണ്ടൊക്കെ വീഡിയോ എടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓർമ്മ വന്നു പറയാം കേട്ടോ. ഈ ജാടയൊക്കെ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ വന്നപ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ. സാറ് നൂഡിൽസാണ് പറഞ്ഞത്, ബാക്കി എല്ലാവരും ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാം നല്ല, എല്ലാവരും പരസ്പരം എടുത്ത് എല്ലാം ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ്. കാരണം എല്ലാത്തിൻ്റെ രുചി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാനൊരു താല്പര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ഇട്ട് കഴിച്ചേ. ചിയാങ് റെസ്റ്റോറൻറ്റ് നല്ല മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ട്രൈ ചെയ്യാനുള്ള നല്ലൊരു അവസരം തന്നെയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തീരാറായി കഴിഞ്ഞപ്പോൾ സാർ ദേ കുറച്ച് ചില്ലി പനീർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചില്ലി പനീർ എന്നല്ല, പനീർ തന്നെ ഫസ്റ്റ് ടൈമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കുക എന്നുള്ളൊരിത് കൊണ്ട് ഞങ്ങൾ കസാട്ട ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആകെ ക്ഷീണമായിട്ടുള്ള കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങളത് പോവാണ്. ഇനി അടുത്ത ലൊക്കേഷൻ പിടിക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് അധികം വൈകാണ്ട് വീട്ടിലേക്ക് പോരണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. പോരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു അക്വേറിയമൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ മീനുകളൊക്കെ ഉള്ളൊരു സ്ഥലം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി നേരെ തിരിച്ചു പോവാണ്. അടുത്ത ലൊക്കേഷൻ പിടിച്ച് ഞങ്ങൾക്ക് അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് നല്ല രീതിക്ക് നല്ല അനുഭവങ്ങളായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു മാർക്കറ്റിംഗ് നമുക്ക് നടത്താൻ സാധിച്ചു എന്ന് തന്നെ പറയാം. കണ്ട കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു. എല്ലാവരും നമ്മളോട് നല്ല രീതിക്ക് സഹകരിച്ചു. എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ സാധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഞങ്ങളെ നേരെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഇറക്കി കേട്ടോ. അങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ സ്കാനൊക്കെ ചെയ്ത് നേരെ പോവാട്ടോ. എസ്കലേറ്ററിൽ കയറാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു. പക്ഷേ അഖില ചേച്ചി നിർബന്ധിച്ച് എന്നെ കയറ്റി കേട്ടോ. എന്തായാലും അത് മികച്ചൊരു അനുഭവം മാത്രമായിരുന്നില്ല, എൻ്റെ പേടി മാറി കിട്ടിയെന്ന് പറയാം കേട്ടോ. അങ്ങനെ നേരം പോയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വീട് പിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ.